ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് മെയ് 8-ാം തീയതി എൻ്റെ ബർത്ത്ഡേയാണ്. അപ്പോൾ നമുക്കൊരു ബർത്ത്ഡേ വ്ലോഗ് കണ്ടാലോ. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അപ്പം ഞാൻ നേരത്തെ തൊട്ട് ഞാൻ അവിടെ ഇങ്ങനെ പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എൻ്റെ ബർത്ത്ഡേയിലാണ് പോകാൻ പറ്റിയത്. നമ്മുടെ വെനസ്ഡേ മാർക്കറ്റിലോട്ട് പോണ വഴിയാണ്. ഇതാണ് അമ്പലം. അകത്തുനിന്നുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഞാൻ അവർ കാണാതെ എടുത്തതാണ്. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി നമ്മുടെ ഹോസ്റ്റലിലോട്ട് പോണ വഴി വേറൊരു ചെറിയൊരു അമ്പലമുണ്ട്. അവിടെ കയറി കുറച്ച് നേരം ഇത് അമ്പലം. അപ്പോൾ അവിടെ കയറി കുറച്ച് നേരം അവിടെ അങ്ങനെ പ്രാർത്ഥിച്ച് നിന്ന് കുറച്ച് നേരം അവിടെ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്നും പ്രാർത്ഥിച്ചിറങ്ങി നമ്മൾ നേരെ ഹോസ്റ്റലിലോട്ട് പോകുന്നു. രാവിലെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു റോഡിലൊക്കെ. അങ്ങനെ ഹോസ്റ്റലിൽ വന്നു, ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി താഴെ ചെന്നപ്പോഴത്തേക്ക് താഴെ നമുക്ക് ബോണ്ടയായിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ 3-4 ബോണ്ടയൊക്കെ കഴിച്ച് നേരെ റൂമിലോട്ട് വന്നു. രാവിലെ എണീറ്റായിരുന്നു, ഒരു 6 മണി 7 ആയപ്പം കണ്ട് എണീറ്റായിരുന്നു. കാരണം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ തന്നെ കുറച്ച് നേരം പോയി കിടക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഞാൻ കിടന്ന് കഴിച്ച് ഞാൻ ഉറങ്ങിയിട്ട് വരാം. 11-11:30 ആയപ്പോൾ കിടന്ന് ഉറങ്ങിയ ഞാൻ എണീക്കുന്നത് ഗായ്സ് നോക്ക് 2:15 ആയപ്പോഴാണ്. 2:15 എണീറ്റ് പിന്നെ താഴെ പോയി ഫുഡ് എല്ലാം ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ താഴെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ ചോറും പരിപ്പും മറ്റേ കറി കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് ഉരുളക്കിഴങ്ങായിരിക്കുമെന്ന് ഗൈസ്. പക്ഷേ അത് ഉരുളക്കിഴങ്ങല്ലായിരുന്നു. ഞാൻ ഉരുളക്കിഴങ്ങാന്ന് ഓർത്തിട്ട് 2-3 സ്പൂൺ കോരി എടുക്കുകയും ചെയ്ത് പിന്നെ അതിനകത്തുനിന്ന് ഞാൻ ആ പരിപ്പ് മാത്രം കൂട്ടി കുറച്ച് ചോറ് കഴിച്ചിട്ട് ബാക്കി മൊത്തം കൊണ്ട് കളഞ്ഞു. അങ്ങനെ അതും കഴിച്ച് നേരെ ടെറസിലോട്ട് പോയി. ഇന്നലെ രാത്രി വാഷിംഗ് മെഷീൻ ഇട്ട തുണി ഇന്ന് രാവിലെ എടുത്താണ് ടെറസിൻ്റെ മണ്ടയ്ക്ക് ഉണങ്ങാൻ കൊണ്ടിട്ടത്. ഇപ്പോൾ അത് ഉണങ്ങി പപ്പടം പോലെ ആയിക്കണം, അമ്മാതിരി ചൂടാ ഗൈസ്. അങ്ങനെ അതും എടുത്ത് താഴെ വന്നു. ഒരു ലോഡ് തുണിയുണ്ട്. ആ തുണിയെല്ലാം മടക്കി പെറുക്കി വെച്ചതേ ഒരു സിനിമ കാണാമെന്നോർത്ത് ലേസും പോപ്കോണും ഒക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുവാണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കാണുമെന്നല്ല, യൂട്യൂബിൽ തപ്പിയെടുത്ത് കാണുക. അപ്പോൾ ഈ മൂവി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഒരു 5-5:30 ആയപ്പോഴത്തേക്കും കുറച്ച് ഷോർട്സും റീൽസൊക്കെ എടുക്കാമെന്ന് ഓർത്ത് ടെറസിൻ്റെ മേളിൽ വന്നു. ഫ്ലൈറ്റ് പോകുന്ന നോക്ക്. നമ്മുടെ ഇവിടെ അടുത്താണ് എയർപോർട്ട്. അപ്പോൾ നല്ല താന്നിങ്ങനെ പോകും. 2 ഫ്ലൈറ്റും കൂടെ മത്സരമാണ് ആര് ആദ്യം എത്തുമെന്നുള്ളത്. ഇതെനിക്ക് വലിയൊരു സർപ്രൈസ് ആയിരുന്നു ഗൈസ്. ഞാൻ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പിന് വന്നേക്കുന്നൊരു ചെറുക്കൻ എന്നോട് പറഞ്ഞ് ഞാൻ കോൾ ചെയ്യാക്കാം, ഞാൻ വിളിക്കുമ്പോഴത്തേക്കും റെഡി ആയിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് കേക്ക് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇവൻ വെറുതെ പറയുന്നതായിരിക്കും എന്ന് ഓർത്ത് അങ്ങനെ ഇവൻ എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ വെറുതെ ഇറങ്ങി ചെന്ന് അപ്പോഴത്തേക്കും ഇവനോട് ചോദിച്ച് റെഡിയായിട്ട് വരാൻ പറഞ്ഞിട്ട് ഇവൻ കേക്കും കൊണ്ട് വന്നു കഴിച്ചു. അങ്ങനെ പിന്നെ പെട്ടെന്ന് റെഡിയായി ടെറസിൻ്റെ മേളിൽ പോയി നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തേ. എന്നെ പറയട്ടെ, എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു കഴിച്ചു. ഞാൻ പ്രതീക്ഷിച്ച പോലും ഞാനോർത്ത് ഇവൻ എന്നോട് വെറുതെ പറയുന്നതായിരിക്കുമെന്ന്. പക്ഷേ ഇവൻ വന്ന് വിളിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തോ പെട്ടെന്ന് അങ്ങനെ സന്തോഷവും സങ്കടവും എല്ലാം കൂടെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ റൂമിൽ പോയി ഫ്രഷായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ് അവളുമാർ കൂടിയിട്ട് അടുത്ത കേക്ക് കൊണ്ടുവന്ന് പിന്നെ അതും കട്ട് ചെയ്ത് അങ്ങനെ ഇന്ന് ഈ ബർത്ത്ഡേക്ക് 2 കേക്ക് മുറിച്ച് കഴിച്ച് ഞാൻ ഒത്തിരി ഹാപ്പി. ഈ കേക്ക് മേടിക്കാൻ എൻ്റെ ഈ പൈസ ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിരുന്നായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുമാർ പറഞ്ഞ ഒരു സർപ്രൈസും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളുമാർ ഈ സ്നോയോ സ്പ്രേ എന്ന് പറയുന്നത് അതെടുത്തിട്ട് വന്ന് കഴിച്ച് ഞാൻ ഫ്രഷായി കുളിച്ചിട്ടൊക്കെ വന്നതായിരുന്നു. അങ്ങനെ വന്നിട്ട് അത് മൊത്തം അടിച്ച് കയറ്റി തന്നിട്ട് മൂക്കിലും വായിലും ഒക്കെ പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ബർത്ത്ഡേ വിശേഷങ്ങൾ. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. പിന്നെ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരില്ല, അതാണ് എൻ്റെ ഒരു വിഷമം ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. റൂമിൽ ഭയങ്കര ചൂടായതുകൊണ്ട് എല്ലാവരും ടെറസിൻ്റെ മണ്ടയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ താഴത്തോട്ട് പോകും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളു ഗൈസ്. ബൈ.